ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വായിച്ചു നോക്കിയാലോ. സംസാരത്തിൽ ശ്രദ്ധിക്കുക. സംസാരത്തിലെ അശ്രദ്ധയാണ് പലരുടെയും നാശത്തിന് കാരണമാകുന്നത്. സംസാരത്തിൽ അശ്രദ്ധ വരാനുള്ള പ്രധാന കാരണം നിന്നിലെ ചില ദുഷിച്ച തർക്കങ്ങളാകാം എന്ന കാര്യം മറന്നുപോകരുത്. ആത്മീയ സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടത് ദൈവത്തിൽ ഐക്യപ്പെട്ടവരുമായി മാത്രമാണ്. പ്രയോജനശൂന്യമായ കാര്യങ്ങൾ സംഭാഷണത്തിൽ നാം വർജിക്കണം. ആന്തരിക സൗഖ്യത്തിനും ആധ്യാത്മിക അഭിവൃദ്ധിക്കും ഉത്തമമായ മാർഗം സംസാരത്തിലെ ശ്രദ്ധയാണ്. ഹൃദയശുദ്ധിയും സമാധാനവും ആർജിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടുവേണം നാം സംസാരിക്കാൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് ദൈവത്തോട് ധാരാളം സംസാരിക്കുക, സൃഷ്ടികളോട് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക എന്നുകൂടിയാണ്. സന്മാർഗപരവും ഉചിതവുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കൂ എന്ന തീരുമാനം എടുക്കുക. ഈശോയെ, ഉപവി, വിവേകം എന്നിവയ്ക്ക് എതിരായ വാക്കുകളും പ്രവൃത്തികളും എന്നിൽ നിന്ന് എടുത്തു മാറ്റി പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഓക്കെ, താങ്ക് യു.